6500ഓളം ആളുകൾ ക്യാമ്പിലായി. ഇപ്പം ക്യാമ്പ് അഡീഷണൽ ആയിട്ട് 50 ക്യാമ്പ് ആരംഭിക്കേണ്ടി വരിക. ക്യാമ്പ് 150-ന് മുകളിലേക്ക് വരികയാണ്. ഇതിൻ്റെ സ്ഥിതി എന്നാന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ പ്രദേശം അപ്പർ കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ, പ്രത്യേകിച്ചും പെരിങ്ങര പഞ്ചായത്ത്, ആ ക്യാമ്പുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ചാത്തങ്കേരി ഗവൺമെൻറ് LP സ്കൂളിലാണ് ഇപ്പോൾ എനിക്ക് വന്ന വഴിക്ക് വെളി വന്നത്. ആ ക്യാമ്പുകളിൽ തന്നെ നമ്മൾ ഇന്നലെ എത്തിയ ടോറസ് വാഹനത്തിലാണ്. നമുക്ക് ഇവിടുന്ന് ഭക്ഷണ സാധനങ്ങളും എല്ലാം എത്തിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. എന്നിട്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ക്യാമ്പിൽ വെള്ളം കയറിയാൽ നമുക്ക് ഒരു നിമിഷം അവരെ അവിടെ നിർത്താനൊക്കത്തില്ല. അതുകൊണ്ട് ക്യാമ്പുകളിൽ നിന്ന് തിരുവല്ല നഗരസഭയിലെ MGM ഹയർ സെക്കൻഡറി സ്കൂൾ, SCS കോളേജ് സ്കൂളുകളിലേക്ക് അവരെ മാറ്റുകയാണ്. ഇതാണ് 2018 നമ്മൾ ഇത് തന്നെയാണ്. ഇനിയും പടിഞ്ഞാറ് അവർക്ക് അവരുടെ നാടുകളിലേക്ക് ക്യാമ്പുകളിൽ നിൽക്കാനൊക്കത്തില്ല. തിരുവല്ല ടൗണിലേക്ക് കൊണ്ടിരുന്നു. അവർക്ക് ഭക്ഷണ സാധനങ്ങൾക്കുള്ള ക്രമീകരണം വേണം. രാത്രി തന്നെ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പോൾ ഞാൻ CMS ഹൈസ്കൂളിലെ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. അവിടെ 50 പേര് ആരംഭിച്ച ക്യാമ്പ് ഇപ്പോൾ 100 പേരായിരിക്കുകയാണ്. പെട്ടെന്ന് രാത്രിയിൽ വെള്ളം കയറുമ്പോഴാണ് അവസാനമായി ആളുകൾ ക്യാമ്പിലേക്ക് കടന്നു വരുന്നത്. ഭക്ഷണ സാധനം അടക്കമുള്ളത് ഗവൺമെൻറ് അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. എങ്കിലും സന്നദ്ധ സംഘടനകളുടെയും എല്ലാവരുടെയും വലിയ സഹകരണം വേണ്ട ഒരു ദുരന്ത ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വേണം, അടിയന്തര സഹായം വേണം. ഞാൻ ഇന്നലെ രാത്രിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഇപ്പോൾ തന്നെ ഞാൻ ചാർജുള്ള മന്ത്രി PC വിശ്വനാഥുമായിട്ടാണ് സംസാരിച്ചത്. എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. എങ്കിലും അവർക്ക് വസ്ത്രങ്ങളില്ലാതാണ് പലരും തിരിക്കുന്നത്. ഒറ്റപ്പെട്ട വീട്ടിലുടുത്ത വസ്ത്രമായിട്ട് വെള്ളത്തിൽ കയറുകയായിരുന്നു. സ്ത്രീകൾക്ക് അവിടെ വസ്ത്രം ഏൽപ്പിക്കാനും പുരുഷന്മാർക്ക് കൊടുക്കാനുള്ള വസ്ത്രം ഏൽപ്പിക്കാനും പായ, അവർക്ക് വേണ്ട ഷീറ്റ്, ഈ കാര്യങ്ങളൊന്നും വീടുകളിൽ ഇട്ടേച്ച് വന്നുകൊണ്ട് അതുൾപ്പെടെ ക്രമീകരിക്കണം. നോർമലി ഗവൺമെൻറ് ചെയ്യുന്നത് ഭക്ഷണ സാധനങ്ങളടക്കം മെഡിക്കൽ സൗകര്യങ്ങളടക്കം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടുകൂടി തിരുവല്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുമ്പോട്ട് പോകുന്ന നിലയെങ്കിൽ നമ്മൾ അപ്പർ കുട്ടനാട്ടിൽ നിന്നും ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് പെരിങ്ങര കടപ്പുറ പ്രദേശത്ത് വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ആളുകളെ തിരുവല്ല നഗരസഭയിലെ ക്യാമ്പുകളിലേക്ക് മാറ്റണം. അവിടെ കൂടുതൽ ക്യാമ്പ് ആരംഭിക്കണം. ഇപ്പോൾ തന്നെ 300-ലധികം ആളുകൾ വന്ന ക്യാമ്പുകളൊക്കെ ഇന്നലെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അന്നേരം നഗരസഭയിലെ സ്കൂളുകൾ അനുസരിച്ച് എല്ലാ മാനേജ്മെൻറ്റുകളും സഹകരിക്കുന്നുണ്ട്. ക്യാമ്പുകൾ ടൗണിൽ കൂടുതൽ സജ്ജമാക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 3 ദിവസം മുമ്പ് റാന്നിയിലെ വെള്ളം ഇങ്ങോട്ട് വന്നു. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റാന്നിയിലെ വെള്ളം ആറന്മുളയിലും കോടഞ്ചേരിയിലും 3-ാം ഘട്ടത്തിൽ ഇവിടെ വരുന്നത്. എല്ലാ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ അവിടെ വെള്ളപ്പൊക്കം കഴിഞ്ഞാലും ഇവിടെ വെള്ളപ്പൊക്കം 3-4 ദിവസം നിൽക്കും. ഇവിടുന്ന് വളരെ സാവധാനം മാത്രമേ വെള്ളം ഇറങ്ങുള്ളൂ. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളാകെ ഒരു വരുമാനം. അതുപോലെ വൈദ്യുതി, നിങ്ങൾ പ്രത്യേകമായി വൈദ്യുതി കണക്ഷന് ഒട്ടുമുക്ക മേഖലകളിലില്ല. അത് വൈദ്യുതി ഒരു പ്രിക്വേഷൻ എന്നുള്ള നിലയിൽ ഓഫാക്കിയിരിക്കുകയാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചാത്തങ്കേരി അടക്കമുള്ള ഒറ്റ ഹോസ്പിറ്റലേ ഉള്ളൂ. അവിടെ രോഗികളുണ്ട്. അതുകൊണ്ട് വൈദ്യുതി കണക്ഷൻ അടിയന്തരമായും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി എടുക്കണമെന്ന് രാത്രി തന്നെ ചാർജുള്ള മന്ത്രി വിശ്വനാഥുമായിട്ടും വൈദ്യുതി മന്ത്രിയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ ക്യാമ്പുകളുടെ എണ്ണം കൂട്ടണം, ആൾക്കാർ. അതെ, ക്യാമ്പ് ടൗണിലേക്ക് കൂടുതൽ മാറേണ്ടിയിരിക്കുന്നു. പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ രാത്രിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണം രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരികയാണ്. ഇപ്പം തന്നെ ഞാൻ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണത്തിനുള്ള ക്രമീകരണം ചെയ്തിട്ടാണ് വിളിക്കുന്നത്. പല ക്യാമ്പുകളിലേക്കും നമ്മൾ നേരിട്ട് വാങ്ങിക്കൊടുക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ സ്വന്തം നിലയിൽ മാത്രമല്ല, സന്നദ്ധ സംഘടനകളെല്ലാം അതുമായിട്ട് സഹകരിപ്പിച്ച് മുമ്പോട്ട് പോകണം. സർക്കാരിനോടൊപ്പം എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഈ ദുരിതാശ്വാസ കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത്.